നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമോ, ഉടനെ തന്നെ അവർ നിങ്ങളെ വിളിക്കുമോ, നിങ്ങളോട് സംസാരിക്കുമോ, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. റീഡിംഗ് എടുത്തതിന് ശേഷം കൃത്യമായി നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിന് പരിഹാരവും ചെയ്തു തരുന്നതാണ്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് നമുക്ക് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത് കാർഡ്, ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ദ എംപ്രസ് കാർഡ്, 8 ഓഫ് വൺസ്, 6 ഓഫ് സോർഡ്സ്, ദ ഡെവിൾ കാർഡ്. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരുപാട് തവണ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങളിപ്പോൾ അതായത് എന്താ പറയണ്ടേ, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവർ വേണ്ടെന്ന് വയ്ക്കും, ക്യാൻസൽ ചെയ്യും. മനസ്സിലായോ? അതായത് അവർ കുറേ പ്രിപ്പയർഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഒന്ന് കോൾ ചെയ്യാൻ ഫോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ വാട്സപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ എടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈപ്പ് ചെയ്യും, പിന്നെ അവിടുന്ന് അവർ വിഡ്രോ സ്റ്റേജിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവർ കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സിന് പറയാനുള്ളത്, ഒരുപാട് തവണ അവർ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത്, പക്ഷെ അവരായിട്ട് തന്നെ അത് വിഡ്രോയിലേക്ക് പോയി. പക്ഷേ ഇവർ മറ്റാരുടെയൊക്കെയോ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതൊക്കെയോ നമ്പറിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക, പക്ഷേ എന്താ പറയേണ്ടത്, നിങ്ങൾ റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സൈലൻസ് ആയിട്ടിരിക്കുക, അങ്ങനെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വല്ല മെസ്സേജസോ മിസ് കോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളെ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് തവണ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഫോൺ എടുത്തതാണ്, പിന്നെ അവർ തന്നെ വേണ്ടെന്ന് വെച്ചു. ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഭയപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോയപ്പോഴത്തേക്ക്, നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഭയം, എന്താകുമെന്നുള്ള ഭയം, നിങ്ങളുടെ വ്യക്തി വിളിച്ചോ എന്ന് നോക്കുന്ന ഭയം. ഇപ്പോൾ ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഭയത്താൽ ഫോൺ എടുക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ കോൾസ്, മെസ്സേജസ് അല്ലെങ്കിൽ അവർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയത്താൽ ഫോൺ എടുക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു ഭയം മാറ്റി വയ്ക്കുക. ഭയം മാറ്റി വെച്ചിട്ട് ഈ ഭയം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഭയമല്ല ഇപ്പോൾ അവിടെ വേണ്ടുന്നത്. ബോൾഡായിട്ടിരിക്കുക, ആ ഭയത്തെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടിരിക്കുക. നിങ്ങളുടെ കാര്യം ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർക്കാതിരുന്ന നിമിഷങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒന്ന് കോൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർക്കാത്തത്, ചിന്തിക്കാത്ത സമയം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം എന്ത് ചെയ്താലാണ് നിങ്ങൾ അവരെക്കുറിച്ചിട്ട് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവാതിരിക്കുന്നത്, ആ കാര്യം ചെയ്യുക. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കൺക്ലൂഷൻസ് ഒക്കെ ഉടനെ തന്നെ, അതായത് ഈ റിലേഷൻഷിപ്പ് എവിടെ ചെന്ന് അവസാനിക്കും, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് ഉടനെ അങ്ങ് കോൾ ചെയ്യാൻ, എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും കോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ കോൾസ്, നിങ്ങളുടെ മെസ്സേജ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടൊരു റീസൺ ഇവിടെ കാണുന്നുണ്ട്. അവരാരെയൊക്കെ ഭയപ്പെടുന്നു, അവരാരിൽ നിന്നൊക്കെ ഒളിച്ചും പാത്തുമാണ് നിങ്ങളെ ഇത്രയും നാൾ കോൾ ചെയ്തിരുന്നത്, കോണ്ടാക്റ്റ് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ
ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആരും അറിയാത്ത രീതിയിലാണ് ഇത് നോക്കിക്കാണുന്നത് എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്നത് മറ്റാരിൽ നിന്നൊക്കെ ഒളിച്ചും പാത്തുമാണ്. മനസ്സിലായോ? ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഒളിച്ചും പാത്തും നിങ്ങളെ കോൾ ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇടപെടുന്നതോ നിങ്ങളെ കാണാൻ വരുന്നതോ ഒന്നും ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല രീതിയിലും നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ രഹസ്യമായിട്ട് കോൾ ചെയ്യും, ഇത്രയും നാളും നിങ്ങളെ രഹസ്യമായിട്ട് കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടർന്നത് തേർഡ് പാർട്ടിയെ ഒളിച്ചു വെച്ചിട്ടാണ്. ഇവിടെ പൊതുവെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെ ചീറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത്. തേർഡ് പാർട്ടിയും ചീറ്റ് ചെയ്യുന്നു, നിങ്ങളെയും ചീറ്റ് ചെയ്യുന്നു. പക്ഷെ കൂടുതലും ചീറ്റ് ചെയ്യപ്പെട്ടത് നിങ്ങൾ എന്നുള്ളൊരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി ഓരോ പ്ലാനും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും നിങ്ങളെ കോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കും ഇന്ന ദിവസം വിളിക്കണമെന്ന്. പക്ഷേ അതങ്ങോട്ട് വിളിച്ച് നിങ്ങളടുത്ത് സംസാരിക്കാനോ അതിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ധൈര്യം വരുന്നില്ല. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കോള് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ വരുന്ന 8 ആഴ്ച എന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ. 8 ആഴ്ച തന്നെ വേണം, അതായത് 2 മാസം. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് ഒരു 2 months ഒക്കെ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങളെ ഇവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് 1 മാസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ വരുന്ന 8 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പിണങ്ങി ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പിണങ്ങിയിരുന്നിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, അല്ല നിങ്ങളൊന്ന് പിണങ്ങി മാറി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു റീയൂണിയൻ, ഒന്നിച്ചുള്ള ഒരു താമസമൊക്കെ ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ അത് നടക്കുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. 6 മാസം, അതായത് നിങ്ങളൊന്ന് മാറി താമസിക്കുക. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിൽ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഇൻലോസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മാത്രമായിട്ടുള്ള ലോകം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലൊരു ശത്രുദോഷം വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സോഴ്സിൽ നിന്നൊരു ശത്രുദോഷം വന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ റീസണും ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ തമ്മിൽ അങ്ങനെ പിരിയുന്ന ഒരു അവസ്ഥ കാണുന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം വഴക്കുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംസാരം ഒരു കലഹത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ല രീതിയിൽ അടി ഉണ്ടാക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ ഒട്ടും മോശമല്ല അടി ഉണ്ടാക്കാൻ, അത് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വഴക്കുണ്ടാക്കിയിട്ട് എന്താ ചെയ്യുക? നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിൽ പോയിട്ട് കിടന്ന് കരയുക, ടയേർഡാവുക, ഈ ജീവിതം ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശപിക്കുക, വായി തോന്നിയത് വിളിച്ചു പറയാം, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ആ വ്യക്തി ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവത്തില്ല, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി മനസ്സിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, ഇങ്ങനൊരു കോള് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ കോൺവെർസേഷൻ പോയി അവസാനിക്കുന്നത് ഒരു വഴക്കിലായിരിക്കും. ആ വഴക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ തമ്മിൽ അകലാനാണ് സാധ്യത. മനസ്സിലായോ? അപ്പം നിങ്ങൾ കൂടുതൽ അവെയർ ആവുക.
ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടരാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ 100% കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് അത് ബോധ്യപ്പെടട്ടെ. അതേ രീതിയിൽ നിങ്ങൾ പെരുമാറുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ ആവട്ടെ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറില്ല. മനസ്സിലായോ? അതേ തുടർന്ന് പിന്നെയും പ്രശ്നങ്ങൾ വലിയ രീതിയിലുണ്ടാവും. അപ്പം ഇവിടെ ആർക്കാണ് ഇച്ചിരി താന്നു കൊടുക്കാൻ പറ്റുന്നത്? അത് നിങ്ങൾക്കാണ്. അപ്പം നിങ്ങൾ കൂടുതലും വഴക്കുണ്ടാക്കാത്ത സ്റ്റേജിലേക്ക് വേണം സംസാരം കൊണ്ടെത്തിക്കാൻ. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പ്രവോക്ഡ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആകെ ടയേർഡായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കോൾസ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണാൻ വരും, ഈ പ്രശ്നം സോൾവ് ആകും എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല. നിങ്ങളുടെ വിശ്വാസം തന്നെ ഇല്ലാണ്ടായി. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വിശ്വാസമെല്ലാം നശിച്ച് ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യില്ല, ആ ഒരു വ്യക്തിയായിട്ട് ഇനി റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടുപ്പ് നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജിയൊക്കെ ഡ്രെയിനായി, നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ പൊരുതിയത്, അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്താൻ സമയമായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് യൂണിവേഴ്സ് തരും. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കുക തന്നെ ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തത് യൂണിവേഴ്സിന് പറയാനുള്ളത്, ഭാഗ്യമുണ്ട് നിങ്ങൾക്ക്. ഭാഗ്യം നിങ്ങളുടെ സൈഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ മാറി നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം വേണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സ്നേഹം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷൻസ് ഉടനെ തന്നെ ചേഞ്ച് ആവും. ആ ചേഞ്ചിന് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. യൂണിവേഴ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുക. യൂണിവേഴ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നടക്കാൻ പോകുന്നില്ല. ആ ഒരു സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് യൂണിവേഴ്സ് എന്താണോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് അതും കൂടെ യൂണിവേഴ്സിന് സാധിച്ചു കൊടുക്കുക. യൂണിവേഴ്സിനെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് അഹങ്കാരമൊക്കെ ഉള്ളൊരു വ്യക്തികളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ അടുത്ത് എപ്പോഴും താഴ്മയോടുകൂടി നിൽക്കുക കേട്ടോ. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ ഒന്ന് സഹായിക്കുക. കാരണം നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം അത് നിങ്ങളുടെ സന്തോഷമായിട്ട് മാറുന്നതാവും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളത് വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഇവിടെ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് യൂണിവേഴ്സിന് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വേദനിക്കുമ്പം നിങ്ങൾക്ക് ജീവിക്കാൻ അതൊരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നുണ്ട്. മനസ്സിലായോ? മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങളെ പിന്നിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റിലുള്ള കുറേ എക്സ്പീരിയൻസ് മുമ്പോട്ടുള്ള ജീവിതത്തെ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. അപ്പം ഈ പാസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഹോൾഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടുന്ന സ്റ്റെപ്സും കൂടെ എടുക്കണം. അങ്ങനെ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കര ട്രോമയുണ്ട് കേട്ടോ. ട്രോമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹീൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഈ ഒരു ട്രോമ ഉള്ളിൽ കിടന്ന് ഗ്രോ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടിട്ട് നിങ്ങളുമായിട്ട് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടായല്ലോ, ആ പ്രശ്നം വന്ന് ഇപ്പോഴ് വരെയും ആ ഒരു വ്യക്തിയിൽ നിന്ന് പലതരത്തിലുള്ള വാക്കുകൾ
നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു വ്യക്തി വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾ ഫോൺ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയത്താലാണ് നോക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ആ ഭയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പോലും ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവുകയില്ല. ആ ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ട്രോമയാണ്. ആ ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടാക്കി തന്ന ട്രോമ. ആ ഒരു ട്രോമ നിങ്ങളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തിട്ട് പല ആൾക്കാരുടെ അടുത്തും നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയം. അവിടെ എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ പറയണം എന്നാണെങ്കിൽ തന്നെയും നിങ്ങൾ അവിടെ ഒന്ന് സ്റ്റക്കാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നിങ്ങൾ നേരത്തെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ആ കോൺഫിഡൻസ് ആയിരുന്നു നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ രഹസ്യം തന്നെ. മനസ്സിലായില്ലേ? ആ ഒരു താക്കോൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയം. ഒരു കാര്യം നിങ്ങൾ 100% വിശ്വസിക്കുക, നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം മാത്രം മതി. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു, അതെങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ടതോ ടെൻഷൻ അടിക്കേണ്ടതോ ഒന്നുമില്ല. അത് നടക്കും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, അതെന്തായാലും നടന്നിരിക്കും. ഇവിടെ പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ വ്യക്തി ഇപ്പം ഒരു തേർഡ് പാർട്ടിയുടെ വാലെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. മനസ്സിലായോ? തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു വാലുണ്ടെങ്കിൽ ആ ഒരു വാലിൽ നിങ്ങളുടെ വ്യക്തിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി എവിടെയൊക്കെയാണോ പോകുന്നത്, എന്തൊക്കെയാണോ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങളുടെ വ്യക്തിയും ചെയ്യണം. അത് വില്ലിങ്ലി അല്ലെങ്കിൽ അതായത് താല്പര്യത്തോടു കൂടിയോ അല്ലെങ്കിൽ താല്പര്യം ഇല്ലാതെയാണെങ്കിലോ നിങ്ങളുടെ വ്യക്തി അതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ കുറേ തവണ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുക, പിന്നെ ആ ഒരു തീരുമാനം മാറ്റുക എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. തേർഡ് പാർട്ടി ആരും ആവാം കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ലാത്ത ആരാണോ അവർ തേർഡ് പാർട്ടി. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ അവളെ ബ്ലോക്കേജ് ഇടുന്നത് ആരാണോ അത് തേർഡ് പാർട്ടി. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങൾക്കാണ് ഗൈഡൻസ് തരാനുള്ളത്. നിങ്ങൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിനറിയാം നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് എന്നുള്ളത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്കതൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകും. അതിന് കുറച്ച് സമയം വേണം. പക്ഷേ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. റീയൂണിയൻ വരുന്ന സമയത്ത്, അതായത് ഇവരിൽ നിന്നും ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കായി കോണ്ടാക്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അത് പിന്നെ ഒരു വഴക്കിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. അവരെന്ത് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ വ്യക്തിക്ക് വിവരമില്ല, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സൈലൻ്റായിട്ടിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. അതായത് പല തരത്തിലുള്ള കോൺഫ്ലിക്ട്സും ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി ഒരു ടൈം പറഞ്ഞല്ലോ, ഇത്ര നാളിനുള്ളിൽ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് പ്രതീക്ഷിക്കാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോൾസ്, മെസ്സേജസ് ഒക്കെ. അന്നും കരുതിയിട്ട് നിങ്ങളുടേത് ആ വ്യക്തി വിളിച്ചോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുക, യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് വയ്ക്കുക, യൂണിവേഴ്സിന് അതങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക. ഓക്കെ? നിങ്ങളുടെ പ്രശ്നം എന്തും ആവട്ടെ, റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക്, കരിയറിലുള്ള ബ്ലോക്കേജ്, മണിയിലുള്ള ബ്ലോക്കേജ്, ഇതിനെല്ലാം കൃത്യമായിട്ട് റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ്. റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പരിഹാരത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.